ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാസ്പേസ്. സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ. ഫസ്റ്റ് കളി സ്പെയിന് ഡ്രോ ആയപ്പോൾ ഒരേ കളിയൊക്കെ നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് തന്നെ സ്പെയിൻ ഏകദേശം കളി തീർത്താണ് നമ്മൾ കണ്ടത്. സ്പെയിൻ്റെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ലെമിൻ യമാലാണ്. അലക്സ് ബീൻ നൽകിയൊരു പാസ് ഓയർസബാൾ സെക്കൻഡ് പോസ്റ്റ് കിഡിലെ അസിസ്റ്റ് കൊടുക്കുകയാണ്. അത് കണക്ട് ചെയ്തുകൊണ്ട് ലെമിൻ യമാൽ തൻ്റെ വേൾഡ് കപ്പിൽ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് ഓയർസബാളിൻ്റെ ഒരു കിടിലൻ കളിയാണ് നമ്മൾ കണ്ടത്. മാച്ച് ഉടനീളം പുള്ളിക്കാരൻ അടിപൊളിയായിട്ടാണ് കളിച്ചത്. അപ്പം നിരവധി ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ പുള്ളിൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് കോർണറിൽ നിന്നുണ്ടായ ഒരു കൂട്ടപ്പൊരിച്ചിൽ ലപ്പോട്ട ഹെഡ് ചെയ്തൊരു ഗോളാക്കുകയാണ് ഓയർസബാൾ. അത് കഴിഞ്ഞിട്ടും ഇതേപോലെ ഡാനിയോൽമോൻ്റെ ഒരു ഷോട്ട്, ഡാനിയോൽമോൻ്റെ ഒരു ഹെഡർ കണക്ട് ചെയ്ത് രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്ത് ബ്രേസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ നിരവധി ചാൻസ് കിട്ടുന്നുണ്ട് ഹാട്രിക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവഞ്ച്വലി പുള്ളിക്കാരൻ അത് പറ്റുന്നില്ല. സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ നല്ല തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. 49 മിനിറ്റ് കിട്ടിയൊരു കോർണർ കുക്കുറയെ കണക്ട് ചെയ്യാണ്. അത് ഷോട്ട് എടുക്കുകയാണ് കുക്കുറയ. ആ ഷോട്ട് ഗോളിൻ്റെ മേലെ ഡിഫ്ലക്ട് ചെയ്തിട്ട് സൗദി അറേബ്യൻ ഡിഫൻഡറിന് മേലെ ഡിഫ്ലക്ട് ചെയ്തിട്ട് ഓൺ ഗോളായിട്ട് മാറുകയാണ്. ഓവറോൾ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ കാര്യമായിട്ട് അറ്റാക്കുകൾ ഒന്നും ചെയ്യുന്നില്ല. സ്പെയിൻ തന്നെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്ത കളിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ സ്പെയിൻ മൊത്തത്തിൽ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിന്റ് സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഇന്നലെ നടന്ന വേറെ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഉറുഗ്വേ വേഴ്സസ് കേപ്പ് വെർഡെ 2-2 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് ആ മാച്ച് അവസാനിച്ചത്. അപ്പം കേപ്പ് വെർഡെ അടിപൊളിയായിട്ടാണ് കളിച്ചത്. അവരുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള കെവിൻ പിനാൻ്റെ ഒരു ആബ്സല്യൂട്ട് ബാങ്ങർ ഗോൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരനാണ് ആ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് അവാർഡും കിട്ടുന്നത്. അപ്പോൾ ഈ മാച്ചോട് കൂടിയിട്ട് ഗ്രൂപ്പ് ഭയങ്കര ടൈറ്റ് ആയിരിക്കുകയാണ്. ലാസ്റ്റ് മാച്ചിൻ്റെ കഴിഞ്ഞാൽ മാത്രമാണ് ആരൊക്കെ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഗ്രൂപ്പ് ജിയിൽ നടന്ന മാച്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ബെൽജിയം വേഴ്സസ് ഇറാൻ 0-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് ആ മാച്ച് അവസാനിക്കുന്നത്. ബെൽജിയത്തിന് നദാൻ എൻഗോയ്ക്ക് 65 മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. എന്നിട്ടും ബെൽജിയം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ബെൽജിയത്തിൻ്റെ അറ്റാക്കിനൊക്കെ വിലങ്ങാടി ചെയ്യുന്നത് ഇറാൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ബീരൻമാൻ്റാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് ബീരൻമാൻ്റാണ്. 7 സേവ് ആണ് ഇന്നലെ ബീരൻമാൻ്റെ പുൾ ഓഫ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇന്നലെ നെറ്റിൽ നോക്കിയ സമയത്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദ ലോങ്സ്റ്റ് ത്രോ എന്നുള്ള റെക്കോർഡും ബീരൻമാൻ്റെ പേരിലാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഗ്രൂപ്പ് ജിയിലെ രണ്ടാമത്തെ മാച്ചിൽ ഈജിപ്ത് 3-1 എന്ന സ്കോർ ലൈൻ ന്യൂസിലാൻഡ് തോൽപ്പിച്ചിരിക്കുകയാണ്. മുഹമ്മദ് സല ഒരു ഗോൾ റെസ്റ്റ് നേടുന്നുണ്ട്. കളിയിലെ മാൻ ഓഫ് ദ മാച്ച് അവാർഡും മുഹമ്മദ് സലയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ജിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈജിപ്താണ് ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത്. ബെൽജിയത്തിനും ഇറാനും 2 പോയിന്റ് വീതമാണുള്ളത്. അപ്പം ഈ ഗ്രൂപ്പിലും ലാസ്റ്റ് മാച്ചിൻ്റെ കഴിഞ്ഞാൽ മാത്രമാണ് ആരൊക്കെ അഡ്വാൻസ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 3 മാച്ചും കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമൻറ്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.